ആലപ്പുഴ ഹരിപ്പാടേക്ക് നമുക്കൊരു യാത്ര പോയാലോ? നല്ല കാലാവസ്ഥയാണ്. ഞാനും ഹസ്ബൻഡും മോനും കൂടിയാണ് ഈ യാത്ര പോകുന്നത്. ഈ യാത്രയ്ക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനമുണ്ട്. കല്യാണം കഴിഞ്ഞ് 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൊന്നു മോനെ കിട്ടിയത്. ശേഷം 5ാമത്തെ തവണ ഭഗവാനെ മോനെ കൊണ്ട് കണ്ടു തൊഴാനുള്ള യാത്രയാണിത്. 5 വർഷം നിർബന്ധമായി നമ്മൾ ഭഗവാനെ വർഷത്തിൽ ഒരു തവണ വന്ന് കണ്ടു തൊഴേണ്ടതാണ്. പിന്നീട് നമ്മുടെ സൗകര്യം പോലെ വന്ന് കണ്ട് തൊഴുതാൽ മതിയെന്ന് ക്ഷേത്രത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് 4 വർഷം വരെ ആയിട്ടും ഗർഭിണിയാകാത്ത ദമ്പതികൾക്ക് ഇവിടെ വന്ന് ഉരുളി കമിഴ്ത്തൽ വഴിപാട് നടത്താവുന്നതാണ്. ശേഷം കുഞ്ഞുണ്ടായതിന് ശേഷം ഉരുളി നിവർത്തൽ ചടങ്ങുണ്ട്. അതിനോടനുബന്ധിച്ച് കുഞ്ഞിൻ്റെ ചോറൂണ്, തുലാഭാരം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ക്ഷേത്രത്തിൽ നിന്ന് അധികൃതർ അറിയിക്കുന്നതായിരിക്കും. ഇവിടെ ക്ഷേത്രത്തിനടുത്ത് തന്നെ താമസ സൗകര്യം ലഭ്യമാണ്. മന്ദാരം ഗസ്റ്റ് ഹൗസ് ഉണ്ട്. മുൻകൂട്ടി റൂം ബുക്ക് ചെയ്താൽ മാത്രമേ റൂം ലഭിക്കുകയുള്ളൂ. ഇവിടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ റെസ്റ്റോറൻറ്റ് സൗകര്യമുണ്ട്. അപ്പോൾ ഭക്ഷണം നമുക്ക് ഇവിടുന്ന് തന്നെ കഴിക്കാവുന്നതാണ്. ഇവിടുന്ന് വളരെ കുറച്ച് ദൂരം നടന്നാൽ മതി അമ്പലത്തിലേക്ക്. വളരെ കുറച്ച് മാത്രമേ പോകാനുള്ളൂ. ഇതാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം. വളരെ പ്രകൃതി സുന്ദരമായ ഒരു ക്ഷേത്രമാണിവിടെ. നമ്മൾ ഫോറസ്റ്റിലൊക്കെ കാണുന്നത് പോലെ വളരെ വലിയ മരങ്ങളും വള്ളിപ്പടർപ്പുകളും വളരെ ശുദ്ധമായ വായും. ശരിക്കും മൈൻഡ് ഒന്ന് കൂളാകും. എത്ര സുന്ദരമായിട്ടാണ് ഇവർ ഇത് പരിപാലിക്കുന്നത്. നാഗരാജാവ്, സർപ്പയക്ഷിയമ്മ, നാഗേക്ഷിയമ്മ, നാഗചാമുണ്ഡി എന്നീ നാഗദൈവങ്ങളാണ് പ്രധാന പ്രതിഷ്ഠ. ശാസ്താവ്, ഭദ്രകാളി തുടങ്ങി ഉപദേവതകളുമുണ്ട്. ഇവിടെ നൂറും പാലും വഴിപാടൊക്കെ പ്രധാനമായിട്ട് ചെയ്യാവുന്ന വഴിപാടുകളാണ്. അന്നദാനം ഇവിടെ ഉണ്ട്. ഇവിടെ അന്നദാന ഹാളിൽ നിന്ന് ഭഗവാന്റെ അന്നപ്രസാദം വളരെ രുചിയുള്ളതാണ്. അതും കൂടെ കഴിച്ചിട്ടേ എല്ലാവരും ക്ഷേത്രത്തിൽ നിന്ന് പോകാൻ പാടുള്ളൂ. വൈകുന്നേരം ഒരു മഴയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു ക്ഷേത്ര അന്തരീക്ഷമാണിത്. നല്ല സ്വർണ്ണവർണ്ണമുള്ള ഇലകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടുന്ന് ഇനി നമ്മൾ പോകുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോട്ടാണ്. കേരളത്തിൽ ആലപ്പുഴയിൽ ഹരിപ്പാട് ബസ് സ്റ്റോപ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കേരളത്തിലെ പ്രധാനപ്പെട്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ചതുർബാഹുവായ സുബ്രഹ്മണ്യ സ്വാമിയാണ്. ഉപദേവതകൾ ഗണപതി, കൃഷ്ണൻ, ദക്ഷിണാമൂർത്തി, അയ്യപ്പൻ, നാഗദൈവങ്ങൾ, ഗുരുതികാമൻ, പഞ്ചമി ദേവി, യക്ഷിയമ്മ എന്നിവർ. കേരള പഴനി എന്ന് ഈ ക്ഷേത്രം അറിയപ്പെടാറുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരം ഈ ക്ഷേത്രത്തിലുണ്ട്. വർഷത്തിൽ 3 കൊടിയേറ്റ ഉത്സവങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട്. മേടം, ചിങ്ങം, ധനുമാസങ്ങളിലാണവ. അതുപോലെ തന്നെ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക, അതുപോലെ തന്നെ മകരമാസത്തിലെ തൈപ്പൂയം, ഇതൊക്കെ അതിവിശേഷമാണ് ക്ഷേത്രത്തിൽ. ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് തന്നെ ഭഗവാന്റെ അഭിഷേകങ്ങൾ കാണാനുള്ളൊരു മഹാഭാഗ്യം ഉണ്ടായി. അതിപ്പോഴും കണ്ണിൻ്റെ മുന്നിൽ അങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. അലങ്കാരങ്ങളൊക്കെ മാറ്റി അഭിഷേകങ്ങൾ ഓരോന്നായി കണ്ടു. ആദ്യം ജലം കൊണ്ട് അഭിഷേകം ചെയ്തു. പഞ്ചാമൃതം, ഭസ്മം, കരിക്ക്. എല്ലാവരും സമയം കിട്ടുമ്പോൾ ഇതുപോലെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക.